اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولا تحزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സമാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണം, പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമി ലോകത്ത് മറ്റേതൊരു സൃഷ്ടിയേക്കാളും ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും മുന്നിൽ നിൽക്കുന്നവരാണ് മനുഷ്യരായിട്ടുള്ള നമ്മൾ. ഭൂമി വിട്ട് വാനലോകത്തുകൂടെ സഞ്ചരിക്കുകയും എത്രയോ ദൂരങ്ങൾ താണ്ടിക്കടന്ന് ദിവസങ്ങളോളം അവിടെ ചെലവഴിച്ച് മടങ്ങി വന്ന മുൻഗാമികൾ ജീവിച്ചിട്ടുള്ള മണ്ണിലാണ് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ അതെല്ലാം ഭേദിച്ച് അന്തർവാഹിനികളിലോ മുങ്ങിക്കപ്പലുകളിലോ ഊളിയിട്ട് മത്സ്യലോകത്ത് ചിലവഴിച്ച് മടങ്ങി വന്നവരും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചുരുക്കത്തിൽ കരയും കടലുമെല്ലാം തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുന്നിടത്ത്, അതിനെ നിയന്ത്രിക്കുന്നിടത്ത് വിജയിച്ചവരാണ് മനുഷ്യരെന്ന് പറയുന്ന സൃഷ്ടികൾ. ഇങ്ങനെയൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലൊന്ന് ഖുലിഖൽ ഇൻസാനു ലഗീഫ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീർത്തും ദുർബലാവസ്ഥയിലാണ്, ബലഹീനതയിലാണ്, പോരായ്മയിലാണ്. എപ്പോഴാണ് ഈ ബലഹീനതയും മനുഷ്യന്റെ കഴിവുകളുമൊക്കെ അവൻ പുറത്തെടുത്തത് എന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 2003 ഫെബ്രുവരി 1 ലോകത്ത് നടന്ന വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു. ആ ദുരന്തത്തിന്റെ പേര് കൊളംബിയൻ ദുരന്തമെന്നാണ്. അമേരിക്കയിലെ ബഹിരാകാശങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന നാസയിൽ നിന്നും 7 അംഗങ്ങൾ വരുന്ന ഒരു സംഘം ഇത്തരമൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എത്രയോ മുമ്പ് ഒരുക്കങ്ങൾ നടത്തി എല്ലാം പൂർത്തിയായ മുറക്ക് അവരവരുടെ യാത്ര ആരംഭിക്കുമ്പോൾ ആ സംഘത്തിൽ 7 ആളുകൾ ഉണ്ടായിരുന്നു. 7 ആളുകളിൽ 6 പുരുഷന്മാരും ഒരു വനിതയുമായിരുന്നു. ആ വനിത വിശിഷ്യ നമ്മുടെ നാട്ടുകാരിയായിരുന്നു, ഇന്ത്യക്കാരിയായിരുന്നു. അവരാ യാത്രയിൽ അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണങ്ങൾ ക്യാപ്സൂൾ രൂപത്തിൽ, ഗുളിക രൂപത്തിലാണ് കൊണ്ടുപോയത്. അവർക്ക് കുടിക്കുവാനുള്ള വെള്ളമടക്കം ഭൗമമണ്ഡലത്തിൽ നിന്ന്, വായുമണ്ഡലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശ്വസിക്കുവാനുള്ള ഓക്സിജൻ അടക്കം എല്ലാം നല്ല രൂപത്തിൽ രൂപപ്പെടുത്തി സംവിധാനിച്ചിട്ട് അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര പുറപ്പെട്ട് അവർ മൈലുകൾ, കിലോമീറ്ററുകൾ താണ്ടിക്കടന്ന്
അവരുടെ ലക്ഷ്യസ്ഥാനം പ്രാപിക്കുകയും അവിടെ ബഹിരാകാശ നിലയമുണ്ടാക്കുകയും 16 ദിവസം അവിടെ ചെലവഴിച്ച് 17ാമത്തെ ദിവസം അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആ മടക്കയാത്ര ആരംഭിക്കുമ്പോൾ അമേരിക്കയിലെ നാസയിലെ ഓരോ ശാസ്ത്രജ്ഞനും കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചത് ഒറ്റക്കാര്യമായിരുന്നു: നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കൊന്നും ഒരാപത്തും വന്നു ഭവിക്കാതെ അവർ സഞ്ചരിക്കുന്ന പേടകത്തിന്റെ ചക്രങ്ങൾ ഭൂമിയിൽ പതിക്കണം. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ അസ്ഥാനത്താക്കി അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വായുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ സെക്കൻഡുകൾ ബാക്കിയിരിക്കെ അവരുടെ പേടകം പൊട്ടിത്തകരുകയായിരുന്നു. അത് പൊട്ടിത്തെറിക്കുകയും ഈ 7 ആളുകൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അസ്തമിക്കുകയുമാണ് ചെയ്തത്. ഇന്നും ലോകത്തവർ ഒരു ഓർമ്മയായി, സ്മരണയായിട്ട് ബാക്കി നിൽക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോധ്യപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങളെ തട്ടിക്കുമ്പോൾ, അവനിലേക്ക് നിങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ്, നിങ്ങൾ ദരിദ്രന്മാരിൽ ദരിദ്രരാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിയാത്തവരും എല്ലാ നിലക്കും കഴിവ് കുറഞ്ഞവരുമാണ് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ ഈ ആമുഖമായിട്ട് ഇത് പറഞ്ഞതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ദുനിയാവിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവുകളുണ്ട്, നമ്മുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പോലും നമ്മൾ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഒരു പാരത്രിക ലോകത്ത് നമ്മൾ എത്രമാത്രം അശക്തരായിത്തീരും, എത്രമാത്രം കഴിവില്ലാത്തവരായിത്തീരും. ആ കഴിവില്ലായ്മയും അശക്തിയും ഒക്കെ അത് പരിഹരിക്കാൻ, അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ 10, 60, 70 ഒക്കെ വർഷമാണ് ജീവിക്കുന്നത്. ഈ കാലയളവിൽ വലിയ ഒരു സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം, വലിയ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പോലും ഇത്തരം അവസ്ഥയിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ലോകത്ത് കടന്നു വന്ന 1.25 ലക്ഷം പ്രവാചകന്മാരുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പ എന്നാണ്. ഈ പ്രവാചകന്മാരുടെ ഉപ്പ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന? അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ബോധ്യപ്പെടുത്തിയത്? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, പരലോകത്ത് കോടാനുകോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശർ മൈതാനയിൽ ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തിന്റെ അവസാനത്തെ സെക്കൻഡിൽ ജനിച്ചിട്ടുള്ള ആളുകളടക്കം കോടാനുകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശർ മൈതാനയിൽ എന്നെ നീ അപമാനിക്കരുത്, എന്നെ നീ വഷളാക്കരുത്, എന്നെ നീ തരം താഴ്ത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നതാരാണ്? ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അന്നൊരാൾക്കും തന്റെ സമ്പത്ത് ഉപകരിക്കുകയില്ല, ഒരാൾക്കും തന്റെ സന്താനങ്ങൾ ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല മനസ്സുമായിട്ട്, കറകളഞ്ഞ മനസ്സുമായിട്ട്, നിഷ്കപടമായിട്ടുള്ള ഹൃദയവുമായിട്ട്, നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയവുമായിട്ട് ആരല്ലാഹുവിന്റെ മുമ്പിൽ കടന്നു വരുന്നോ അവർക്ക് മാത്രമാണ് മോക്ഷമെന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പോലും ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുക്ക പരീക്ഷണമായിരുന്നു. 100ൽ 100 മാർക്ക്, 100ൽ 101 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവ്യമല്ല, അത് അസംഭവ്യമാണ്. അതൊരിക്കലും നൽകാൻ പറ്റാത്ത ഒരു രീതിയാണ്. 100ൽ 101 ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ കൊടുക്കാൻ ഉള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ അത് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വിജയിച്ചു, എല്ലാത്തിലും വിജയിച്ചു. ആ പ്രവാചകൻ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ, എന്നെ നീ ഒരിക്കലും പരലോകത്ത് വെച്ച് എന്നെ നീ പരാജയപ്പെടുത്തരുത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നമ്മളൊക്കെ എത്രമാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും, ഓരോ സെക്കൻഡുകളും ആ രൂപത്തിൽ നമ്മൾ മാറ്റിവെക്കണം.
ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വരവേൽക്കാൻ എന്ന് പറഞ്ഞാൽ വെളിപാടകലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നമ്മിലേക്ക് കടന്നു വരാൻ ബാക്കി നിൽക്കുന്നത്. ആ ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതിനെ വരവേൽക്കാൻ 100% ഒരുങ്ങാൻ കഴിയണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ചിട്ടവട്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശ്വാസികളോട് അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റൂ നിഅമത്തല്ലാഹി അലൈക്കും. വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നമ്മൾ ചൊരിഞ്ഞു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ നോക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, നിരന്തരമായിട്ട് ചിന്തിക്കണം. നമുക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? അത് ഹിദായത്താണ്. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈമാനും ഹിദായത്തുമാണ്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമുക്ക് കിട്ടിയ ആഫിയത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം നിങ്ങൾ അള്ളാഹുവിനോട് പരമാവധി ചോദിക്കുക. എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്കത് തരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത ഏറെയുള്ള സമയമാണ് ബാങ്ക് കഴിഞ്ഞ് ഇഖാമത്തിന്റെ ഇടയിലുള്ള 10-15 മിനിറ്റ് സമയം. ഈ സമയത്ത് നിങ്ങൾ ചോദിക്കുക. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലിൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം, നിങ്ങൾ ആരോഗ്യത്തെ ചോദിക്കണം. നമ്മൾ ആലോചിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഈ ആരോഗ്യമില്ലെങ്കിൽ ഒരു സെക്കൻഡ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ശരീരം മാത്രം പരിശോധിച്ചാൽ മതി, അതിലുള്ള ഓരോ അനുഗ്രഹങ്ങളും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, മനുഷ്യ ശരീരത്തിൽ 78 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. 78 അവയവങ്ങൾ. നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് 78 അവയവങ്ങൾ. ഈ 78 5 മനുഷ്യന്റെ അതിജീവനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഏതാണ് 5? ഒന്ന് നമ്മുടെ ഹൃദയമാണ്, രണ്ടാമത്തേത് നമ്മുടെ തലച്ചോറാണ്, മൂന്നാമത്തേത് നമ്മുടെ ശ്വാസകോശമാണ്, നാലാമത്തേത് നമ്മുടെ കിഡ്നിയാണ്, അഞ്ചാമത്തേത് നമ്മുടെ കരളാണ്. ഈ 5 നമ്മുടെ ജീവൻ നിലനിൽക്കാൻ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ കണ്ണും കാതും കേൾവിയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള ഞരമ്പുകളടക്കം ഓരോന്നും, കുടൽമാലകൾ, ഉള്ളിന്റെ ഉള്ളിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന പലതുമുണ്ട്. ഇതൊക്കെ മറ്റുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളിൽ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ആലോചിക്കുക, ഓരോന്നിന്റെയും വില എത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ നമ്മുടെ ഈ ജീവവായു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ 2 മിനിറ്റും 36 സെക്കൻഡുമാണ്. 2 മിനിറ്റും 36 സെക്കൻഡ് കൊണ്ടും തീരാവുന്നതാണ് ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു 4 നല്ല ആരോഗ്യമുള്ള ആളുകൾ, ചെറുപ്പക്കാർ കൊണ്ടുപോയിട്ട് ഒരു പുഴയിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളെ തല താഴ്ത്തിയിട്ട് ഒരു 4 പേരതിൽ അമർത്തി ചവിട്ടി നിന്നാൽ 2 മിനിറ്റ് കൊണ്ട് 36 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവൻ അസ്തമിക്കും. ഇതാണ് മനുഷ്യന്റെ ജീവവായു എന്ന് പറഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ നിഅമത്തുകളും, നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്ന് പറയുന്നത് അത് ഓരോ സമയത്തും കൃത്യമായി നിർബാധം നടക്കണം, അത് ഓരോ സെക്കൻഡിലും കൃത്യമായിട്ട് നടക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ശരീരത്തിലേക്ക് ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ഞാൻ റമദാനിലേക്ക് വരുന്നത്. അപ്പോഴാണ് റമദാനിനെ നമുക്ക് എത്രത്തോളം ക്രിയാത്മകമാക്കാൻ കഴിയും, എത്രത്തോളം രചനാത്മകമാക്കാൻ കഴിയുമെന്ന ആലോചന പ്രസക്തമാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത്, ഈ മൂക്കിന്റെ ദ്വാരം അത് ഉള്ളോട്ടേക്ക് പോകുമ്പോൾ അത് വളഞ്ഞ ആകൃതിയിലാണുള്ളത്. എന്താണ് വളഞ്ഞ ആകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചത്? ഈ മൂക്കിന്റെ ദ്വാരത്തിലൂടെ പോവേണ്ടത് ശുദ്ധമായ വായു മാത്രമാണ്. ശുദ്ധമല്ലാത്ത എന്തൊന്നും അതിലൂടെ പോവുകയാണെങ്കിൽ അത് പുറത്തേക്ക് തള്ളും. ഒരു ചെറിയ പ്രാണി മൂക്കിന്റെ ഉള്ളിലേക്ക് പോയാൽ, ഏതെങ്കിലും ഒരു പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ണിന്റെ ഒരു അംശം അതിന്റെ ഉള്ളിലേക്ക് പോയാൽ അറിയാതെ നമ്മൾ തുമ്മും, അത് പുറത്തേക്ക് കളയെന്ന് പറഞ്ഞാൽ ശുദ്ധവായു മാത്രമാണ് അതിലൂടെ പോവേണ്ടത്. അതിലൂടെ തണുത്ത വായുവാണ് പോകുന്നതെങ്കിൽ അതിനെ ചൂടുള്ളതാക്കാനുള്ള സംവിധാനം മൂക്കിലുണ്ട്. ചൂടുള്ളതാണെങ്കിൽ അതിനെ പാകപ്പെടുത്തി ഏറ്റവും പാകപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ആരാണ് ഇതൊക്കെ നൽകിയത്? ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ മൂക്കിന്റെ ദ്വാരം ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്താണ്. ആ തൊണ്ടയുടെ ഭാഗത്തെത്തുമ്പോ അവിടെ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് 2 വഴിയായിട്ട് മാറിപ്പോവാണ്. ഒരു വഴി അന്നനാളത്തിലേക്കും രണ്ടാമത്തെ വഴി ശ്വസനനാളത്തിലേക്കും. നമ്മൾ ശ്വസിക്കുന്ന വായു ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അത് ശ്വസനനാളത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ അത് അന്നനാളത്തിലേക്ക് പോകും. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമുക്കാർക്കെങ്കിലും വല്ല നിയന്ത്രണവും ഉണ്ടോ അവിടെ? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണവും
കുടിക്കുന്ന വെള്ളവും അത് പോവേണ്ടത് അന്നനാളത്തിലേക്കാണ്. അതെങ്ങാനും ആ ജംഗ്ഷനിൽ മാറിപ്പോയാൽ എന്തോ സംഭവിക്കുക? അതോടുകൂടി നമ്മുടെ ജീവൻ അവസാനിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെങ്ങാനും നമ്മുടെ ശ്വസനനാളത്തിലേക്ക് പോയാൽ നമ്മൾ എന്താണ്, ആ സെക്കൻഡിൽ നമ്മൾ മരിക്കും. പക്ഷെ ഈ സംവിധാനമൊക്കെ ഓരോ സെക്കൻഡിലും നമുക്ക് സംവിധാനിച്ചു എന്ന സ്രട്ടാവ്, ആ സ്രട്ടാവിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കണ്ണിന്റെ വില എത്രയാണ്? ഒരാളുടെ കാഴ്ചയുടെ വില എത്രയാണ്? ഒരു ധനാഢ്യനായ മുതലാളിയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ്. ഈ യാചകൻ ആ വീട്ടിലേക്ക് വരുമ്പോ ആ വീട് 2 നില വലിയ വീടാ, കോടികൾ വില മതിക്കുന്ന വീടാണ്. ആ വീട്ടിന്റെ മുറ്റത്ത് സിറ്റ് ഔട്ടിൽ അതിന്റെ യജമാനൻ മുതലാളി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ട് ഈ യാചകൻ സലാം ഓതിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് അനുഗ്രഹം കിട്ടിയ ആളാണ്, നിങ്ങൾ ഒരുപാട് അനുഗ്രഹം കിട്ടിയ ആളാണ്. ഈ വീടും ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് എന്തെങ്കിലും എന്നെ സഹായിക്കണം. ഈ സമയത്ത് ഈ മുതലാളി പറഞ്ഞു, എന്നേക്കാൾ അനുഗ്രഹം താങ്കൾക്കാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് അഴിച്ചപ്പോ അദ്ദേഹത്തിന്റെ 2 കണ്ണിനും കാഴ്ചയില്ല. ഈ മുതലാളി പറഞ്ഞു, എന്നേക്കാൾ അനുഗ്രഹം നിങ്ങൾക്കാണ്. എന്ത് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ 2 കണ്ണിൽ ഒരു കണ്ണെനിക്ക് നൽകുകയാണെങ്കിൽ ഈ സെക്കൻഡ് മുതൽ ഈ വീടും ഇവിടെയുള്ള ഈ വാഹനങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളുടെ പേരിലേക്ക് ഞാൻ മാറ്റും. ഇതിന്റെ ആധാരം മുഴുവൻ നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലാക്കി മാറ്റും. ഈ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോ ഈ യാചകൻ 5 മിനിറ്റ് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ആള്, അതുകൊണ്ട് എന്റെ ഈ കണ്ണ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് കിട്ടിയ കണ്ണിന്റെ വില എത്രയാണ്? നമുക്ക് കിട്ടിയ ഓരോ അവയവങ്ങളുടെയും, ഇപ്പൊ സംസാരിക്കാൻ കഴിയാത്ത ഒരാള് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആംഗ്യം കാണിച്ച് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ എത്ര പ്രയാസമാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവൂല, അത് പലപ്പോഴും ആ കൂടി നിൽക്കുന്ന നമുക്ക് പോലും അറിയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയത് മഹത്തായ നിയമത്തുകളാണ്, നമുക്ക് നൽകിയത് മഹത്തായ അനുഗ്രഹങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ദഹിച്ചില്ലെങ്കിൽ ഓരോ സമയത്തും അത് കൃത്യമായിട്ട് അതിന്റെ സംവിധാനങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, അതിന്റെ വില എത്രയാണ്? ആ വായു എങ്ങാനും ഒരു ദിവസം നമുക്ക് ഈ ശ്വാസമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഓക്സിജൻ കൃത്രിമമായിട്ട് നൽകിയെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു സുഹൃത്ത് 1 മാസം ആശുപത്രിയിൽ അങ്ങനെ കൃത്രിമ ഓക്സിജന്റെ പിന്നിൽ അദ്ദേഹം അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഈ ഓക്സിജൻ കൊടുത്ത വകയിൽ മാത്രം അദ്ദേഹത്തിന് വന്ന ബില്ല് 60,000 രൂപയായിരുന്നു 1 മാസത്തേക്ക്. നമ്മൾ ആലോചിക്കൂ, അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര വരും? നമ്മുടെ ഒരു ആയുസ്സിൽ എത്ര വരും? ഇതൊക്കെ നമുക്ക് സൗജന്യമായി നൽകിയിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ്, എന്നിട്ട് നിങ്ങൾക്ക് കേൾവി തന്നിട്ടുള്ളവൻ, നിങ്ങൾക്കവൻ കാഴ്ച നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കവൻ ചിന്താശക്തിയും നൽകിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കുറച്ച് മാത്രമാണ് നന്ദി കാണിക്കുന്നത്, നിങ്ങൾ കുറച്ച് മാത്രമാണ് കടപ്പാട് അറിയിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നൽകിയിട്ടും കിട്ടിയിട്ടും അല്പം മാത്രമേ മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു നമ്മളെ ചൂണ്ടിയിട്ട് പറയുകയാണ്. അള്ളാഹു ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ നമുക്ക് കിട്ടിയ നിഅമത്തുകൾ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് നൽകി. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചതും ആവശ്യപ്പെട്ടതും എല്ലാം നിങ്ങൾക്ക് കണക്കില്ലാതെ നൽകി. അതിനെ ക്ലിപ്തപ്പെടുത്താൻ, നിങ്ങൾ കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ കണക്കാക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളക്കണക്കിന് നിഅമത്തുകൾ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഅ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവൻ നിങ്ങൾക്ക് നിവർത്തിച്ചു തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവന്റെ വിഷയത്തിൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, യാതൊരു രേഖയും പ്രമാണവും തെളിവുമില്ലാതെ മനുഷ്യരെ നിങ്ങളിൽ ഉണ്ടെന്ന്
അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ നമുക്ക് കിട്ടിയ നിഅമത്തുകൾ, ആ നിഅമത്തുകളെ നിരന്തരമായിട്ട് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ആലോചിച്ചു, നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ, ഈ നാട്ടിലുള്ള ഒരു സുഹൃത്തിന്റെ, നമുക്കറിയാവുന്ന ഒരു സുഹൃത്തിന്റെ 2 കിഡ്നിയും ഫെയിലായി. അദ്ദേഹത്തിന്റെ കിഡ്നി എന്ന് പറയുന്നത് റയർ കേസാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടാത്ത ഒന്നാണ്. കുറെ അന്വേഷിക്കുമ്പോഴാ കിട്ടുക, പോസിറ്റീവ് പോലെയല്ല. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അങ്ങനെയാ, നമുക്കറിയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കിഡ്നി 2ഉം ഫെയിലായപ്പോ അദ്ദേഹം നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു. ഈ പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും അത് കിട്ടാൻ അത് പറ്റിയ ഒരാളുടെ കയ്യിലും അതില്ല. അവസാനം ഈ മനുഷ്യൻ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്ത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോദരൻ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറിൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കിഡ്നിയുടെ ഗ്രൂപ്പ് നിങ്ങളുടെ അതേ നെഗറ്റീവാണ്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നും എനിക്കില്ല, സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ല, ഞാൻ എത്ര തരേണ്ടി വരും? അപ്പൊ ആ കൊല്ലത്തുള്ള സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു മാർഗമുണ്ട്, ഒരു വഴിയുണ്ട്, ഒരു ചിട്ടവട്ടമുണ്ട്. ഇത് ഒരേ ഗ്രൂപ്പാണെങ്കിലും ഈ ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ച് ആണോ എന്നുള്ളൊരു ടെസ്റ്റ് നടത്തണം. ചിലപ്പോൾ ഒരേ ഗ്രൂപ്പാണെങ്കിലും ചിലപ്പോൾ മാച്ചിങ് ആവില്ല, ചിലത് ക്ലിയർ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം എന്റെ നാട്ടിലേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ലാബിൽ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് നടത്താം, ഒരു ലബോറട്ടറിയിൽ അതൊന്ന് പരിശോധിക്കാം. അങ്ങനെ അദ്ദേഹം ഭാര്യയും പോയി. അങ്ങനെ അവിടെ പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ 100% ഫിറ്റാണ്. ഈ രണ്ട് ഗ്രൂപ്പും മാച്ചിങ് ആണ്. അപ്പൊ ഈ ഇവിടുന്ന് പോയ ആൾക്ക് വളരെ ഹാപ്പിയായി, വളരെ സന്തോഷമായി. ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുക, ഞാൻ എത്ര തരണം? എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ല, ഒരു കിഡ്നിയൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോ 30 ലക്ഷം, 25 ലക്ഷം, 40 ലക്ഷം കൊടുക്കണം, എത്രയാണ് ഞാൻ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഈ അവിടെയുള്ള ആ കൊല്ലത്തുള്ള സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, ഒരു ജീവന്റെ പ്രശ്നമല്ലേ, ഒരു ജീവിതമല്ലേ, ഞാൻ നിങ്ങൾക്കത് സൗജന്യമായിട്ട് നൽകാം. നമ്മുടെ പയ്യോളിയിൽ നിന്ന് പോയി സുഹൃത്തിന്റെ മനസ്സ് നിറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പരമാവധി നന്ദി പറഞ്ഞ് അദ്ദേഹം ഭാര്യയെ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ നാട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞ് സർജറിക്കുള്ള ഡേറ്റ് നിശ്ചയിച്ചു. ആ സർജറിയുടെ ഒരു 4 ദിവസം മുമ്പ് ഇദ്ദേഹവും ഭാര്യയും അവരുടെ 2 മക്കളും എല്ലാം കൂടെ നേരെ തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ വെച്ച് സർജറി നടത്തുകയും ചെയ്തു. അങ്ങനെ 1 മാസം അവിടെ ഒരു വീടെടുത്ത് താമസിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. അപ്പൊ അത്യാവശ്യം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോ അവർ നാട്ടിൽ വന്ന് മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ആരോഗ്യമൊക്കെ നല്ല അവസ്ഥയിലേക്ക് വന്ന് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ആ കൊല്ലത്തുള്ള സുഹൃത്തിന്റെ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു ട്രെയിനിൽ എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരത് ട്രെയിനിൽ ഞാൻ കണ്ണൂരിൽ വന്നിറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് വന്നിറങ്ങും. ഞാൻ കോഴിക്കോട് നാളെ രാത്രി പുലർച്ചെ 1 മണിക്ക് വന്നിറങ്ങും. ആ സമയത്ത് എനിക്ക് ചെയ്യാനുള്ളത്, എനിക്കിവിടെ നാദാപുരത്തോ മറ്റോ ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ച് രാവിലെ 5 മണിക്കുള്ള ട്രെയിനിൽ കോഴിക്കോട് നിന്ന് വീണ്ടും എന്റെ നാട്ടിലേക്ക് തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഈ 1 മണിക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് എന്റെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്ത് എന്നെ ഈ നാദാപുരത്ത് കൊണ്ടുപോയി ആ സുഹൃത്തുമായിട്ട് ഞാൻ അദ്ദേഹത്തോടൊന്നിന്റെ കാര്യം സംസാരിക്കണം. ആ അദ്ദേഹത്തിന്റെ വീട് വരെ വന്ന് 5 മണിക്കുള്ള ട്രെയിനിൽ കോഴിക്കോട് നിന്ന് എനിക്ക് നാട്ടിലേക്ക് പോവാൻ എന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് വീണ്ടും കൊണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യന്റെ മറുപടി, എന്ത് വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ പറയേണ്ടതുണ്ടോ? നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ ആ സെക്കൻഡിൽ ആ സ്പോട്ടിൽ ഞാൻ എത്തുമല്ലോ. അതെ, അങ്ങനെ നാളെ 1 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനും വീട്ടിൽ നിന്ന് രാത്രി 9 മണിക്ക് ഇറങ്ങി. ഈ വാഹനത്തിൽ ആ വരുന്ന ആൾക്കുള്ള ഭക്ഷണമുണ്ട്, അദ്ദേഹത്തിനുള്ള വെള്ളമുണ്ട്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂർ നേരത്തെ വന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വന്ന മാത്രയിൽ ആദ്യം അദ്ദേഹത്തെ ഭക്ഷണം കഴിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെയും കാറിൽ കൂട്ടിയിട്ട് ഈ പറഞ്ഞ നാദാപുരത്തെത്തി ആ സുഹൃത്തിനെ കണ്ട് തിരിച്ച് 5 മണിക്കുള്ള ട്രെയിനിൽ പോവാൻ വീണ്ടും 5 മണിക്ക് മുമ്പ് 4:45 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കിയിട്ട് ഇദ്ദേഹവും മോനും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. നമ്മൾ ആലോചിക്കൂ, ആരാണ് ഈ സുഹൃത്തിനെ വിളിച്ചതെന്ന് അറിയുമോ? നിങ്ങൾക്ക് ആരാണ് ഈ സുഹൃത്തിനെ ഫോൺ ചെയ്തതെന്ന് അറിയുമോ?
അതെ, അദ്ദേഹത്തിന് ഒരു കിഡ്നി കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു കിഡ്നി കൊടുത്ത ആൾ. അയാളെ എങ്ങനെ മറക്കാൻ പറ്റും? ആ മനുഷ്യനെ മറക്കാൻ കഴിയുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. എങ്കിൽ ആ മനുഷ്യന്, ഇദ്ദേഹത്തിന് ഒരു കിഡ്നി കൊടുത്ത കൊല്ലത്തുള്ള സുഹൃത്തിന് 2 കിഡ്നി കൊടുത്ത ഒരാളുണ്ട് മുകളിൽ. അതാണ് നമ്മുടെ സ്രഷ്ടാവ്. അതാണ് നമ്മുടെ സ്രഷ്ടാവ്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ സ്രഷ്ടാവിന്റെ മുമ്പിൽ എത്ര കടപ്പാട് നമ്മൾ കാണിക്കുന്നു, നമ്മൾ എത്രത്തോളം ആ അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി കാണിക്കുന്നു. ഈ ചോദ്യമാണ് പ്രസക്തം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ വൽ അബ്സ്വാര വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ അവയവങ്ങളെല്ലാം നൽകി, എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. അള്ളാഹു നമ്മളെ നോക്കിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അള്ളാഹു നമ്മളെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഓരോ സമയത്തും അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയുമ്പോഴാണ്, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് അള്ളാഹുവിനെ അടുക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് കിട്ടിയ ഏതൊരു നിഅമത്തും അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ നിഅമത്തിന്റെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സ്രഷ്ടാവാണ്. ആ അള്ളാഹു നമ്മളോട് നിരന്തരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ സൂറത്തു റഹ്മാനിൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് 32 ആയത്തുകൾ പിന്നെ സ്വർഗത്തെ വർണ്ണിക്കുകയാണ്. സ്വർഗത്തിന്റെ മനോഹാരിത പറയുകയാണ്. ആ സ്വർഗത്തിൽ നമുക്കുള്ള നിഅമത്തുകളെ വിശദീകരിക്കുകയാണ്. ഈ നിഅമത്തുകളെല്ലാം വിശദീകരിച്ചിട്ട് അതിന്റെ ഇടയിൽ 31 ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ 31 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഓരോ നിഅമത്തും വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടാകും. അള്ളാഹു ധാരാളം സ്ഥലത്ത് നമ്മളോട് പറയുന്ന ചോദ്യമുണ്ട്, വഖലീലും മിൻ ഇബാദിയ ശുക്കൂർ. എന്റെ ദാസന്മാരിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ശുക്ർ കാണിക്കുന്നത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫർ. മനുഷ്യൻ എത്ര നിഷേധിയാണ്, അതുകൊണ്ട് അവൻ നശിക്കട്ടെ എന്നൊക്കെ അള്ളാഹു നിരന്തരം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നൊക്കെ നിരന്തരമായിട്ട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും ഒറ്റക്കിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നിരന്തരമായിട്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കും, പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് സമാഗതമാവുകയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഇബാദത്തുകളുണ്ട്. ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോ തന്നെ ഒരു ഇബാദത്തിൽ, ഒരു ആരാധനയിലൂടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. എന്നാണ് സ്വലാത്ത് സുബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം എന്നാണ്. അറബിയിൽ സുബഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം, രാവിലെ. നമ്മുടെ രാവിലെ തുടങ്ങുന്നത് ഒരു ആരാധനയിലൂടെയാണ്. പിന്നെ അവിടുന്ന് തുടങ്ങി പിന്നെ നമ്മൾ നമ്മുടെ ജീവിത കച്ചവടങ്ങൾ, ക്രയവിക്രയങ്ങൾ അതിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പതുക്കെ മറക്കാനുള്ള ഒരു സാധ്യതയാണ്. മറന്നിങ്ങനെ വരുമ്പോഴത്തേന് വീണ്ടും ലൊഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയാണ്. ഉച്ച സമയത്ത് വീണ്ടും നമ്മൾ അള്ളാഹുലേക്ക് തിരിയുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് അസർ വീണ്ടും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയും അത് കഴിഞ്ഞ് മഗ്രിബ്, അവസാനം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു ഇബാദത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പിന്നെ രാവിലെ ഉണർന്നാൽ വീണ്ടും ഇബാദത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് വ്യത്യസ്ത അവസരങ്ങൾ നൽകി. ഓരോന്നിനും അതിൻ്റെതായ പ്രതിഫലമുണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കൂലിയുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിച്ചു, നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അവസരം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ കർമ്മങ്ങൾക്കും 1 മുതൽ 10 ഇരട്ടി, 10 മുതൽ 70, 700, 70,000 വരെ കൊടുക്കും. ചില പ്രവർത്തനങ്ങൾക്ക് 70,000 വരെ കൊടുക്കും. എന്നാൽ അള്ളാഹു ഈ നോമ്പുകാർക്ക് മാത്രം അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് ക്ലിപ്തമാക്കിയിട്ടില്ല. അത് അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്, അത് മറച്ചു വെച്ചിരിക്കുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് നൽകുമ്പോ ആ സമയത്താണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. ഈ റമദാൻ നമ്മൾ ആലോചിച്ചു, ഈ റമദാന്റെ പ്രത്യേകത എന്താണ്? ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ വാതിലുകൾ അടക്കുകയാണ്.
നരകത്തിന്റെ വാതിലുകൾ അടക്കുകയാണ്. ഇവിടെ പിശാചുക്കളെ മുഴുവൻ ബന്ധിക്കുകയാണ്, ബന്ധനസ്ഥരാക്കുകയാണ്. നമ്മൾ ചിന്തിക്കൂ, ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയൊരു അവസരം, സ്വർഗത്തിന്റെ മുമ്പിൽ അള്ളാഹു അണിഞ്ഞൊരുങ്ങാൻ നമുക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ റമദാനിൽ നോമ്പുകാർക്ക് വേണ്ടി മാത്രം ഒരു കവാടം സ്വർഗത്തിനുണ്ട്. സ്വർഗത്തിന്റെ വാതിലുകൾ എത്രയാണ്? 8 വാതിലുകൾ, കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. ആ കവാടങ്ങളിൽ ഒന്ന് ബാബു റയ്യാൻ എന്ന് പറഞ്ഞാൽ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക്. ഈ 8 വാതിലുകൾ എന്ന് പറയുമ്പോൾ ഓരോ വാതിലുകളും അതിന്റെ വിസ്തൃതിയും വലുപ്പവും, ഒരു വാതിൽക്കട്ടിലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് വർഷങ്ങളുടെ യാത്രാ ദൂരമാണ്. ആ വാതിലിലൂടെ നോമ്പ് നോറ്റവർക്ക് വേണ്ടി പ്രവേശിക്കാനുള്ള അവസരം. അപ്പൊ ഈ ഒരു അവസരം ലഭിക്കുവാനുള്ള പരിശ്രമത്തിൽ നമ്മൾ വല്ലാതെ ഒരുങ്ങേണ്ടുന്ന സമയമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഏറ്റവും നല്ലൊരു കർമ്മത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കുക. വേറെ കർമ്മങ്ങളല്ല, നമസ്കാരമല്ല പറഞ്ഞത്, ഹജ്ജല്ല പറഞ്ഞത്, സക്കാത്ത് അല്ല പറഞ്ഞത്, അലൈക ബിസ്സൗം, നോമ്പ് നോൽക്കുക. ഈ ഒരു വർത്തമാനം കേട്ടതിൽ പിന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ഏതെങ്കിലും സമയത്ത് അടുപ്പിൽ നിന്ന് പുക ഉയരുന്നത് സുഹൃത്തുക്കളോ സഹാബത്തോ കണ്ടാൽ അവർ മനസ്സിലാക്കും, ഇന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഏതോ വിരുന്നുകാർ വന്നിട്ടുണ്ട്, ഏതോ ഗസ്റ്റുകളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും ഇടപെട്ട് സുന്നത്ത് നോമ്പായിരുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും. ഈ ഒരു നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞപ്പോ, അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട വിധം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ നോമ്പ് തുടങ്ങുമ്പോ എല്ലാവർക്കും ഒരു പ്രതിഫലമല്ല. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും കിട്ടുന്നത് ഒരേ പ്രതിഫലമാവില്ല. നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ രേഖകളിൽ, നമ്മുടെ നിയ്യത്തും നമ്മുടെ ഇഖ്ലാസും ഒക്കെ അനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഏതുപോലെ ഒരു മഴ പെയ്തു, ആ മഴ 1 മണിക്കൂർ സമയം മഴ പെയ്തു, 1 മണിക്കൂർ ശക്തമായ മഴ പെയ്തപ്പോ നമ്മളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ജനലിലൂടെയൊക്കെ നോക്കിയിരുന്നു. ആ മനോഹരമായിട്ടുള്ള കാരുണ്യത്തിന്റെ ആ വെള്ളം തുള്ളികളായിട്ട് പെഴുതിറങ്ങിയപ്പോ നമ്മളൊക്കെ വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെ മഴ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തോർന്നു, അവസാനിച്ചു. നമ്മളൊക്കെ പുറത്തിറങ്ങി നോക്കിയപ്പോ നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം. നമ്മൾ കിണറിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കിയപ്പോ 1 റിങ് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തുള്ള തോട്, ആ തോട്ടിൽ വെള്ളം കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ അവിടെയുള്ള വയലിലൊക്കെ വെള്ളം കയറി. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ, തഫ്തീഷ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും കിട്ടിയ വെള്ളത്തിന് വ്യത്യാസമുണ്ട്, അളവ്. നമ്മുടെ കിണറിൽ കിട്ടിയ വെള്ളത്തിന്റെ വെള്ളമല്ല അപ്പുറത്തുള്ള തോടിൽ കിട്ടിയത്, തോടിൽ കിട്ടിയ അളവല്ല അപ്പുറത്തുള്ള പുഴയിൽ, ആ പുഴയിൽ കിട്ടിയതല്ല അപ്പുറത്തുള്ള കുളത്തിൽ കിട്ടിയത്. ഓരോന്നിലും ഏറ്റക്കുറച്ചിൽ. നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡിൽ അവിടെ ഇവിടെയൊക്കെ കുഴികളുണ്ട്, ആ കുഴികളിൽ കിട്ടിയ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ മഴ പെയ്തത് എല്ലാ സ്ഥലത്തും 1 മണിക്കൂർ, ആ മഴയുടെ തുള്ളിയുടെ വലിപ്പം ഒരേ വലിപ്പം, പക്ഷേ വെള്ളം ശേഖരിച്ചെടുത്ത് വ്യത്യാസം ഉണ്ടായി, ഓരോന്നിലും ഏറ്റക്കുറച്ചിലുണ്ടായി. ഇതുപോലെയാണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് കിട്ടുന്നത്. നമുക്കൊക്കെ കിട്ടുന്ന നമ്മുടെ നിയ്യത്തും ഒരുക്കവും എങ്ങനെയുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലെ കൂലി കിട്ടുക. ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റമദാനിൽ അദ്ദേഹത്തെ ഏതോ ഒരു സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആ പള്ളിയിലെ ഇമാം അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്, സ്വന്തമായിട്ട് അദ്ദേഹത്തിന് വീടുമില്ല, ഒരു വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ഒരു 3 മക്കളും ഭാര്യയുണ്ട്. അദ്ദേഹം റമദാൻ 1-ാം തീയതി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഓട്ടോ ഓടുകയില്ല, ഓട്ടോ അദ്ദേഹം വീട്ടിൽ നിർത്തിയിടും. അദ്ദേഹവും ഭാര്യയും മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ, ഈ സ്കൂളൊക്കെ ഉള്ള സമയത്താണ്, അദ്ദേഹവും ഭാര്യയും ഒരു 10 മണിയോടുകൂടി പള്ളിയിലേക്ക് വരും. എന്നിട്ട് ഭാര്യ സ്ത്രീകളുടെ ഭാഗത്തും ഇദ്ദേഹം പുരുഷന്മാരുടെ ഭാഗത്തും ഇരുന്ന് ഖുർആനൊക്കെ ധാരാളം ഓതി പ്രാർത്ഥനയിലും ദിക്റിലൊക്കെ മുഴുകും. അങ്ങനെ അവര് ളുഹറിന് നമസ്കരിച്ച് പിന്നെ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ അസർ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് അവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇവർ നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞ് ഇവര് ഇശാ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പായിട്ട് മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വരും. അപ്പൊ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങൾ എന്താണ് പരിശുദ്ധ റമദാനിൽ നിങ്ങളുടെ ഓട്ടോ ഓടാത്തത്? നിങ്ങളുടെ വരുമാനം എന്താണെന്ന്, നിങ്ങളുടെ ഉപജീവനം എങ്ങനെയാണെന്ന് പോകുന്നത്? നിങ്ങളും ഭാര്യയും ഫുൾ സമയം നോമ്പ് 30 പള്ളിയിലാണ്. രാത്രിയായാൽ നിങ്ങളും ഭാര്യയും മക്കളും ഒക്കെ പള്ളിയിലാണ്. സുബഹിക്കും നിങ്ങൾ ഒന്നിച്ച് പള്ളിയിലാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളുടെ ഭക്ഷണം, ഈ പെരുന്നാൾ സമയത്ത് നിങ്ങളുടെ മക്കൾക്കുള്ള പുതുവസ്ത്രം, ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ അത്ഭുതകരമായ ഒരു മറുപടിയുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്. ഈ നോമ്പിന്റെ പുണ്യം നേടുന്നിടത്ത് എല്ലാവർക്കും ഒരു കൂലിയല്ല. നമ്മുടെ ഈമാൻ അനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും. അദ്ദേഹം പറയാണ്, ഞാന് 11 മാസം എന്റെ ഓട്ടം ഓടുമ്പോ എല്ലാ ദിവസവും എത്രക്കാണോ ഓടിയത്, ചിലപ്പോ 300 ഓടും, ചിലപ്പോ 400, ചിലപ്പോ 500, ചിലപ്പോ 2000, ചിലപ്പോ 1000, എത്ര ഓടിയാലും എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ വരുമ്പോ ഒരു 60 രൂപ എന്റെ ഭാര്യയുടെ കൈ കൊടുക്കും. എന്നിട്ട് ഞാൻ ഭാര്യയോട് പറയും, ഇത് അനുഗ്രഹീതമായിട്ടുള്ള മാസങ്ങളുടെ സയ്യിദു ഷുഹൂർ, മാസങ്ങളുടെ നേതാവായിട്ടുള്ള ഹെഡ് ബോയ് ആയിട്ടുള്ള റമദാൻ മാസത്തിലേക്കുള്ളതാണ്. അത് സ്വരൂപിക്കണം, ഒരു വലിയ പെട്ടിയിൽ അത് സംഭരിച്ച് ഒരുമിക്കണം. ഭാര്യയോട് അദ്ദേഹം പറയും, എന്താവശ്യം വന്നാലും ഇതിൽ നിന്നൊരു രൂപ പോലും എടുക്കാൻ പാടില്ല, ഇത് നമുക്ക് റമദാനിലേക്കുള്ളതാണ്. നമ്മൾ ആലോചിച്ചു, റമദാനിൽ ഈ 60 വെച്ച് നമ്മൾ കൂട്ടി എത്ര ഉണ്ടാവുക? ആ കിട്ടുന്ന പൈസ അന്ന് റമദാനിൽ വേണ്ട ചെലവുകൾക്കും വസ്ത്രമെടുക്കാനൊക്കെ വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് ആ ദിവസത്തിന്റെ സമയം മുഴുവൻ ഇദ്ദേഹവും ഭാര്യയും മക്കളും ഒക്കെ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തിൽ മുഴുകി പരമാവധി പുണ്യം നേടാൻ. എന്തുകൊണ്ടാണ്? നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക. അപ്പൊ ആ പ്രതിഫലം എത്രയാണെന്ന് ഒരിക്കലും നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഇഖ്ലാസും നമ്മുടെ നിയ്യത്തും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു റമദാൻ നമുക്ക് ഒരുങ്ങാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വലിയ അതിഥി, നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെങ്കിൽ ആ അതിഥി വരുന്നുണ്ടെന്നറിഞ്ഞാൽ ആ വിരുന്നുകാരന്റെ വലുപ്പനുസരിച്ചാണ് നമ്മൾ ഒരുങ്ങുക. സാധാ ഒരു അതിഥിയാണ് വരുന്നതെങ്കിൽ നമ്മൾ അത്രയൊന്നും ഒരുങ്ങൂല, ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി ആ നിലക്കാണ് നമ്മൾ ഒരുങ്ങുക. എന്നാൽ നമ്മുടെ ഏറ്റവും നല്ലൊരു കുടുംബം, ഒരു 10 ആളുകൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളായ 10 ആളുകൾ നാളെ ഉച്ചക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് മുതൽ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. നാളെ കുടുംബനാഥൻ ജോലിക്ക് പോകുന്നില്ല, ലീവാണ്. നാളെ മക്കളാരും സ്കൂളിലേക്ക് പോകുന്നില്ല, അവരും ലീവാണ്. എന്തിന്? ഈ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ. ഇനി നമ്മുടെ വീട്ടിലൊരു വിവാഹം നിശ്ചയിച്ചു എന്ന് വിചാരിക്കുക. ആ വിവാഹം തീരുമാനിച്ച അന്ന് മുതൽ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തും, വിളിക്കേണ്ടവരെ വിളിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊന്നാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ ഒരുങ്ങുക. എങ്കിൽ നമ്മൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധ റമദാനാണ്. ഈ റമദാൻ ഏത് നിലക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു എന്നതിനെ നമ്മൾ ആലോചിക്കണം. ഓരോന്നിനും സീസണുകളുണ്ട്. ചില സമയത്ത് ചൂടുകാലമായിരിക്കും, ഇപ്പൊ ചൂടുകാലമാണ്. ചില സമയത്ത് തണുപ്പ് കാലം, ആ സമയത്ത് പലപ്പോഴും മഴക്കാലം ഉണ്ടായിരിക്കും. രാത്രി കൂടുതലുള്ള സമയവും പകല് കുറവുള്ള സമയവും, ചിലപ്പോൾ പകല് കൂടുതലും രാത്രി കുറവൊക്കെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് വരും. ഓരോ കച്ചവടങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സീസണുകളുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഐസ് കച്ചവടം നടത്തുന്നവര്, ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നവര്, അതേപോലെ തന്നെ കൂൾ ബാറിൽ വെള്ളം കച്ചവടം നടത്തുന്നവരുടെ സീസൺ എപ്പോഴാ സീസൺ എന്ന് ചോദിച്ചാൽ അത് വേനൽക്കാലത്താണ്. നല്ല കച്ചവടം എപ്പോഴാണ് അവർക്ക് കിട്ടുക? അവർ ആ സമയത്ത് പരമാവധി അതിനു വേണ്ടി ഒരുങ്ങും. എങ്കിൽ നമ്മൾ ഇതിന്റെ അപ്പുറത്ത് ചിന്തിച്ചു നോക്കൂ, ഒരു കുടക്കച്ചവടം നടത്തുന്ന ഒരു കുട ഫാക്ടറിക്കാർക്ക് എപ്പോഴാണ് അവർ കച്ചവടത്തെ പ്രതീക്ഷിക്കുന്നത്? അവർ കച്ചവടം പ്രതീക്ഷിക്കുന്നത് മഴക്കാലം തുടങ്ങുന്നതിന്റെ മുമ്പാണ്. ആ സമയത്താണ് അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ പുറത്തിറക്കുക. ഓരോന്നും അങ്ങനെയാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സാമഗ്രികൾ, ബാഗുകൾ, പുസ്തകങ്ങൾ, ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട്. അതാ സ്കൂൾ തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ്. ഏതിനും സീസൺ ഉണ്ട്. ഈ സീസണുള്ള സമയത്ത് ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനമൊക്കെ അടച്ചിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം കുടുംബവും ടൂറ് പോയാൽ അവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ബുദ്ധിയുള്ള ആളെന്താ പറയാ? അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ? അദ്ദേഹം ഒരു ബുദ്ധിശൂന്യൻ എന്ന് നമ്മൾ വിധി എഴുതും. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഏറ്റവും നല്ല അനുഗ്രഹത്തിന്റെ ഒരു സന്ദർഭമായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഉദ്ധരിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞു, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാൻ ലതമന്നത അൻ തകൂന സനത കുല്ലഹ റമളാൻ. ഈ റമളാനിന്റെ മഹത്വം ഒരാളൊരു അടിമ അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവൻ നോമ്പാവണമെന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു, നോമ്പാവണമെന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നോമ്പ് അത്രമാത്രം വലിയ സൗകര്യമാണ് നമുക്ക് നൽകുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് എത്ര കാലമാണ്? 10, 60, 70 വർഷമാണ്. ഈ 10, 60, 70 വർഷത്തെ ആയുസ്സിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പരമാവധി അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം. നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ നന്മയുടെ ത്രാസുകൾ കനം തൂങ്ങണം. നന്മയുടെ ഭാഗം കനം തൂങ്ങിയവർ നാളെ പരലോകത്ത് അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് ബോധ്യപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോന്നിനെയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങനെയാണ്, ഇഗ്തനിം ഹംസൻ ഖബല ഹംസ്, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മുതലെടുക്കണം, അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ നല്ല ആരോഗ്യാവസ്ഥ, നിങ്ങൾ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വം, നിങ്ങൾ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ, നിങ്ങൾക്ക് കൂടുതൽ തിരക്കും ജോലിയും ഒക്കെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒഴിവു സമയം, നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം, ഇതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇഗ്തനിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? പരമാവധി ഊറ്റിയെടുക്കുക എന്നാണ്. ഊറ്റി എന്താണോ പരമാവധി അതിൽ നിന്ന് വലിച്ചെടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ പോരുമ്പോ ഇപ്പൊ പലയിടത്തും നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പാനീയമാണ് കരിമ്പ് ജ്യൂസ്. അപ്പൊ ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇടക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് കുടിച്ചു. അത് കുടിച്ച് നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊക്കെ വണ്ടി നിർത്തി കുടിക്കും. നമ്മൾ ആലോചിച്ച് ഈ കരിമ്പിന്റെ ജ്യൂസ് അതെടുക്കുന്ന ആളുകൾ, അതിങ്ങനെ ആ ജോലി ചെയ്യുന്ന ആളുകൾ ആ കരിമ്പ് ജ്യൂസ് എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം അവരത് ആ നീണ്ട അവസ്ഥയിൽ അത് ആ മെഷീനിലേക്ക് വെക്കും. രണ്ടാമത് ഒന്നുകൂടി വീണ്ടും ആ നീണ്ട അതേ അവസ്ഥയിൽ വെക്കും. അടുത്ത സ്റ്റേജിൽ അവർ ചെയ്യുന്ന എന്താണ്? അത് മടക്കി പിടിക്കും. മടക്കിയിട്ട് അതിലേക്ക് വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടി മടക്കും. പിന്നെ അത് പരമാവധി ചുരുട്ടി മടക്കി വെച്ച് അവസാനം അത് ഉണങ്ങിയ ചണ്ടിയായിട്ട് പുറത്തേക്ക് വരും. വൈക്കോല് പോലെ പുറത്തേക്ക് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും കാണൂല. അവസാനം ഒരു തുള്ളി ഉണ്ടാവില്ല. ഇതിനാണ് യഥാർത്ഥത്തിൽ ഇഗ്തനിം എന്ന് പറയാം. ഇതാണ് ഇഗ്തനിം. അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത് പോലെ പരമാവധി നമുക്ക് കിട്ടിയ ആയുസ്സിൽ എന്താണോ നമ്മൾ ആ നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ റമദാൻ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന വസന്ത പുഷ്പമാണ്. ആ വിരിയുന്നത് അത് പിന്നെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു വർഷം കഴിയണം അത് വരാന്. ഒരു വർഷം കഴിയണം. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ ഒരു 6 മാസം മുമ്പ്, റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് റമദാൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം റമദാൻ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തും, ക്രിയാത്മകമാക്കും, രചനാത്മകമാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് പിന്നെ അടുത്ത 6 മാസം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്തിന്? ഇത് കബൂൽ ചെയ്യാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ 2-3 കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി. നമ്മൾ അള്ളാഹുലേക്ക് പരമാവധി ഓടിയെടുക്കണം. വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ, ഒന്ന് ഖുർആൻ പറഞ്ഞ സാബിക്കു, നിങ്ങൾ മുന്നിടുക എന്നാണ്. രണ്ടാമത് അള്ളാഹു പറഞ്ഞ സാരിഉ, നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക എന്നാണ്. മൂന്നാമത് അള്ളാഹു പറഞ്ഞത് വഫിറൂ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറയുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് വഇദ്ദത ലിൽ മുത്തഖീൻ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടി ദ്രുതഗമനം ചെയ്യണം. അവന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ ദ്രുതഗമനം ചെയ്യണം. അർളുഹാ അസ്സമാവാതു വൽ അർള്, ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമായ സ്വർഗമാണത്. അത് മുത്തക്കികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗമാണ്. അള്ളാഹുവിന്റെ സ്വർഗം എത്രയോ മുമ്പ് സൃഷ്ടിച്ച ഉണ്മയുടെ ലോകത്ത് ഒരുക്കി വെച്ചൊരു സംഗതിയാണ്. അത് ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസുൻ. ആ സ്വർഗം അടച്ചു വെച്ചിരിക്കുകയാണ്, അത് അടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടപ്പെന്ന് പറയുന്നത് അത് കസ്തൂരിയാണ്, മിസ്കാണ്. എന്നിട്ട് പറഞ്ഞു, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. അപ്പൊ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ ആകാശങ്ങളും ഭൂമിയും അതിനേക്കാൾ വിശാലാന്നാ പറഞ്ഞത്. ആകാശത്തിന്റെ വലിപ്പത്രയാ? നമുക്കറിയാം 7 ആകാശങ്ങളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞത്. സബഅ സമാവാത്ത്, 7 ആകാശങ്ങൾ, 7 ഭൂമികളുണ്ടെന്ന് ഹദീസിലുണ്ട്. നമ്മളീ നിൽക്കുന്ന ഭൂമിക്ക് താഴേക്ക് 6 ഭൂമികൾ വേറെ ഉണ്ട്. നമ്മളീ നിൽക്കുന്ന ആകാശം 1-ാം ആകാശമാണ്. അതിന്റെ മുകളിലേക്ക് 6 ആകാശങ്ങൾ വേറെയുണ്ട്. ഒരാകാശത്ത് നിന്ന് അടുത്ത ആകാശത്തേക്കുള്ള യാത്രാ ദൂരം 500 വർഷത്തെ യാത്രാ ദൂരമാണ്. നമ്മൾ ആലോചിക്കും, അത്രയും വിശാലമായ. എന്നാൽ ഇവിടുത്തെ സയൻസ് കണ്ടെത്തിയത്, അവർ നടത്തിയ പഠനത്തിൽ അവർക്കാകെ കിട്ടിയത് ഈ കാണുന്ന ഒരു ആകാശത്തെ കുറിച്ചുള്ള ഗവേഷണമാണ്. ഈ ഒരു ആകാശത്തെ കുറിച്ച് അവർ ഇതുവരെ പഠനം നടത്തിയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അവരതിനെ കുറിച്ച് പറഞ്ഞത്, ഈ കാണുന്ന ആകാശത്തിന്റെ ഒരെൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് എത്തണമെങ്കിൽ
93 ബില്യൺ പ്രകാശവർഷം വേണം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമുണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ഒരാൾ കയറിയിരുന്ന് ആകാശത്തിന്റെ ഒരു എൻഡിൽ നിന്ന് യാത്ര പുറപ്പെട്ടാൽ അടുത്ത അറ്റത്തേക്ക് എൻഡിലേക്ക് എത്തണമെങ്കിൽ 93 ബില്യൺ പ്രകാശവർഷം എടുക്കും. ഇതാണ് സയൻസ് ആകെ കണ്ടെത്തിയത്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ വിശാലമായ ആകാശങ്ങളും ഭൂമിയും, അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് അവന്റെ സിംഹാസനമാണ്, അർശാണ്. ആ സിംഹാസനത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ സിംഹാസനം, ഈ പറയുന്ന അള്ളാഹുവിന്റെ സിംഹാസനത്തെ ഒരു മരുഭൂമിയായി സങ്കല്പിക്കുക. അതിൽ 7 ആകാശങ്ങളും 7 ഭൂമിയും കൊണ്ടിട്ടാൽ ഒരു വണ്ടിയുടെ, ഒരു കാറിന്റെ സ്റ്റെയറിംഗിന്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. അള്ളാഹിന്റെ അർശിനെ അപേക്ഷിച്ച് 7 ആകാശങ്ങളും ഭൂമിയും ഒരു സ്റ്റെയറിംഗിന്റെ, ഒരു കാറിന്റെ വളയത്തിന്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. നരകം, ആ നരകത്തിന്റെ വലുപ്പത്തെ കുറിച്ച് പറഞ്ഞിടത്ത് 7 ആകാശങ്ങളും 7 ഭൂമിയും ആ നരകത്ത് കൊണ്ടിട്ടാൽ ഒരു കാളക്കുട്ടിയുടെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. 7 ആകാശവും 7 ഭൂമിയും. അപ്പൊ നരകത്തിന്റെ വലുപ്പം എത്ര? നമ്മൾ ആലോചിക്കും, ഈ നരകമാണ് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിറക്കുന്നു പറഞ്ഞത്. അള്ളാഹു നിറക്കുന്നത് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടുമാണ്. ഈ നരകത്തിന്റെ വാതിലുകൾ അടക്കുന്ന മാസമാണ് പ്രിയമുള്ളവരെ നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അതാണ് ഷഹ്റു റമളാൻ, ഷഹ്റു മുബാറക്, ബറക്കത്തുള്ള മാസം. ഇതിലേക്ക് ഓടാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞു സാബിഖു എന്ന് പറഞ്ഞാൽ മുൻകടക്കുക എന്നാണ്. സാരിഖു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സ്പീഡിൽ ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഉസൈൻ ബോൾട്ട് ഒക്കെ എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്തുന്നത്, ആ ഓട്ടമാണ് സാരി എന്ന് പറയുന്നത്. എന്നാ അത് കുറച്ചുകൂടെ മുന്നോട്ടുള്ള സ്റ്റേജാണ് ഫിറോ എന്ന് പറഞ്ഞാൽ. ഫിറോ എന്ന് പറഞ്ഞാൽ ഓടിയെടുക്കണം. ആ ഓട്ടം സങ്കല്പിക്കാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന്റെ സമയത്ത് മിനാ ടെന്റുകളിൽ തീപിടുത്തുണ്ടായി. ആരോ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ഇടയിൽ, അന്നൊക്കെ അങ്ങനെയാണ്, അവരാ ടെന്റിൽ തന്നെ സ്റ്റൗ ഒക്കെ വെച്ച് ഭക്ഷണം അങ്ങനെ പാകം ചെയ്യും. അങ്ങനെ എവിടെയോ തീ പിടിച്ച് അതങ്ങോട്ട് പടർന്ന് പന്തൽ ആകെ പടർന്ന് വ്യാപിച്ചു. ഈ ഇപ്പോ അവിടെയുള്ള ടെന്റും മിനാ ടെന്റൊന്നും തീ കത്തിച്ചാലും കത്താത്ത രൂപത്തിലുള്ളതാണ്. നല്ല സൗകര്യമുള്ള ടെന്റുകളാണ്. ആ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് സൗദി ഗവൺമെന്റ് ഏറ്റവും നല്ല രൂപത്തിലേക്ക് അത് മാറ്റിയത്. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഹജ്ജിന് പോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് വേണ്ടിയാണ്. ഉമ്മക്ക് കുറച്ച് പ്രായമുള്ളതുകൊണ്ട് ഉമ്മക്ക് സേവനം ചെയ്യാൻ, ഉമ്മക്ക് സഹായിയായി ഹിദമ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ കൂടെ പോയത്. ഈ തീപിടുത്തം ഇങ്ങനെ ദൂരെ കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തെന്നറിയോ? ഇവർക്ക് 2 പേർക്കും 2 ബാഗ് ഉണ്ടായിരുന്നു. ഉമ്മക്കൊരു ബാഗും ഈ ചെറുപ്പക്കാരനൊരു ബാഗും. ഈ ബാഗിലാണ് അവരുടെ പാസ്പോർട്ട് ഉള്ളത്, അവരുടെ വിസയുള്ളത്, അവരുടെ ടിക്കറ്റ് ഉള്ളത്, അവരുടെ മറ്റു രേഖകൾ, അവരുടെ മെഡിസിൻ, അവരുടെ റിയാലുകൾ, അവരുടെ പേപ്പറുകളൊക്കെ ഈ ബാഗിലാണ്. ഈ ചെറുപ്പക്കാരൻ ചെയ്തത് എന്താണെന്നറിയോ? അദ്ദേഹം ഒരു ബാഗ് എടുത്ത് തന്റെ വലത് തോളിലിട്ടു, 2ാമത്തെ ബാഗ് എടുത്ത് ഇടത് തോളിലിട്ടു. എന്നിട്ട് ഉമ്മാനെയും കൈ പിടിച്ചിട്ട് പരമാവധി വേഗത്തിൽ ഓടുകയാണ്, പരമാവധി ഊർജം സംഭരിച്ച് ഓടുകയാണ് തീ കത്താത്ത ഭാഗത്തേക്ക്. പക്ഷെ മുന്നോട്ട് പോകും തോറും തീ പല ഭാഗത്തുനിന്നും ഇങ്ങനെ വരിക, തീ പടർന്ന് കൂടുകയാണ് എന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ ചെയ്ത 2ാമത്തെ സ്റ്റേജ് എന്താണെന്ന് അറിയുമോ? 2 ബാഗും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാനീ പറഞ്ഞ രേഖകളൊക്കെ ആ ബാഗിലാണ്. ഇനി ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ബാഗ് അദ്ദേഹത്തിന് ആവശ്യമേ ഇല്ല. ഇനി അദ്ദേഹം 2ാമത്തെ സ്റ്റേജിൽ ഉപ്പയെ ചേർത്ത് പിടിച്ച് ഓടാൻ പരമാവധി ഓടുകയാണ്, മാക്സിമം ഓടുകയാണ്. മുന്നോട്ട് പോകും തോറും തീ പടരുകയാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ 3ാമത്തെ സ്റ്റേജിൽ ചെയ്തത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? തന്റെ ഉമ്മയെ പിടിവിട്ടു, ഉമ്മാനെ പിടിവിട്ടു. ഇനി ആ ചെറുപ്പക്കാരൻ സ്വന്തമായിട്ടൊരു ഓട്ടമുണ്ട്. ഇനി അദ്ദേഹത്തിന് ഉമ്മ വേണ്ട, അദ്ദേഹത്തിന്റെ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. ഇനി അദ്ദേഹം മാത്രം മതി, അദ്ദേഹം മാത്രം മതി. അദ്ദേഹം സ്വന്തമായിട്ട് ഉമ്മയെ പോലും ഉപേക്ഷിച്ചിട്ട് ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ഈ ഓട്ടത്തിനാണ് പ്രിയപ്പെട്ടവരെ വഫിറു എന്ന് പറയുക. ഈ ഓട്ടം എവിടേക്കാണ്? വഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടാൻ. ആ ഓട്ടത്തിനുള്ള സമയമാണ് ഈ റമളാൻ. ആ ഓട്ടത്തിനുള്ള സമയമാണ് റമളാൻ. നാളെ പരലോകത്ത് മനുഷ്യരൊക്കെ സ്വന്തമായിട്ട് ഓടുന്ന ഓട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. സ്വന്തം സഹോദരനെ വിട്ടുകൊടുകയാണ്, സ്വന്തം ഭാര്യയെ വിട്ടുകൊടുന്ന ദിവസം,
സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിവസമാണത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അന്നുണ്ടാവുക. അന്ന് ഓടുന്നത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്, സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ ഓട്ടം ഓടുന്ന ഒരു ദിവസമുണ്ട്. ആ ഓട്ടം നമ്മൾ ഓടുന്നതിന്റെ മുമ്പ് അവിടെ നമ്മൾ ഓടാതിരിക്കാനുള്ള ഓട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ഓടേണ്ടത്. ആ ഓടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഈ ദുനിയാവ് മനുഷ്യരെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന ബഅദല്ലാഹി ഹഖ്ഖും ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. മനുഷ്യരെ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകതയെന്നോ? ഒരു പിതാവും തന്റെ മക്കൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണത്. ഒരു മകനും തന്റെ പിതാവിനൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണത്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്, അള്ളാഹുവിന്റെ കരാറ് സത്യമാണ്, അത് പുലരും. എന്നിട്ട് അള്ളാഹ് പറയാ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ഒരിക്കലും ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഈ ദുനിയാവിലെ ഒരു വഞ്ചകനും ഒരു പിശാചുക്കളും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ അങ്ങനെ പോയി അവസാനം പിന്നെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പരമാവധി മത്സരിച്ച് ഓടി ഈ സ്വർഗം. ഞാൻ ഒറ്റ പോയിന്റിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക, ഇതിനു വേണ്ടി നിങ്ങളൊക്കെ വന്നു, നേരത്തെ നെയ്യത്ത് വെച്ച് ഒരുങ്ങി ഈ ഒരു പരിപാടിക്ക് വരാൻ നിങ്ങളൊക്കെ മാനസികമായിട്ട് ഒരുങ്ങി. ഇത്രയും നിങ്ങളുടെ വീടുകളിൽ നിന്നൊരു പക്ഷെ ദൂരമുണ്ടാവും, അവിടെ നിന്നൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയാണ് സഹോദരികളും സഹോദരന്മാരും പ്രായമുള്ളവരും ഒക്കെ അടക്കം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ നമുക്ക് സാധിച്ചത്? ഇത് നമ്മുടെ ഈമാനിന്റെ ഒരു മാധുര്യമാണ്, ഇത് നമ്മുടെ ഈമാനിന്റെ ഒരു മാസ്മരികതയാണ്. നമുക്കുണ്ടാവേണ്ടത്, നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും പടച്ചോനെ ഇതെനിക്ക് കിട്ടണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവേ ഇരുത്തത്തെ കബൂൽ ചെയ്യണമേ, ഈ കേട്ടത് എന്റെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ നീ എന്നെ സഹായിക്കണമേ, ഉദവി നൽകണമേ. പ്രാർത്ഥന പ്രധാനമാണ്, പ്രാർത്ഥന പ്രധാനമാണ്. പിന്നെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്നത് എനിക്കാണ് എന്ന് നമ്മൾ ഇടക്കിടക്ക് ഉറപ്പിക്കണം. നമ്മളൊക്കെ ചെയ്യുന്നത് നമുക്കാണ്, ഞാൻ നിസ്കരിക്കുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്നതൊക്കെ നിങ്ങൾക്കാണ്. എന്നാലും നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറയണം, പടച്ചോനെ ഇത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഒറ്റക്കാവുമ്പോൾ അതിനു വേണ്ടിയാണ് എന്നിങ്ങനെ ഇടക്കിടക്ക് പറയണം. നമ്മളങ്ങനെ ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ഒരു വല്ലാത്ത ഒരു മാസ്മരികതയും ഒരു മാത്സര്യ ബുദ്ധിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു ധനാഢ്യനായിട്ടുള്ള ഒരു മുതലാളി, അദ്ദേഹത്തിന്റെ ഏക്കർ കണക്കിന് വരുന്ന വിശാലമായ ഭൂമികയിൽ ധാരാളക്കണക്കിന് ആയിരക്കണക്കിന് ജോലിക്കാരും തൊഴിലാളികളും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ തൊഴിലാളിയായിട്ട് ജോലിയിൽ പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ മുതലാളിയുടെ മനസ്സിൽ ഏറെ സ്ഥാനം പിടിച്ചു പറ്റാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു. കാര്യം, ഇദ്ദേഹത്തിന്റെ താല്പര്യവും ഇദ്ദേഹത്തിന്റെ ഈ മത്സരബുദ്ധിയും ചെയ്യുന്ന ആത്മാർത്ഥതയൊക്കെ കണ്ടപ്പോ ഈ മുതലാളിക്ക് ഇദ്ദേഹത്തോട് ഇങ്ങനെ ഇഷ്ടവും സ്നേഹവും കൂടി വന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഇതിങ്ങനെ കൂടി അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് തൊഴിലാളികളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഇദ്ദേഹം മാറി. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോ ഈ മുതലാളി തീരുമാനിച്ചു, ഈ ചെറുപ്പക്കാരൻ ഒരു 30 വർഷം എന്റെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ 30 വർഷം തികയുന്ന അന്ന് അദ്ദേഹത്തിന് വിലപ്പെട്ട ഒരു സമ്മാനം ഞാൻ കൊടുക്കുമെന്ന് ഈ മുതലാളി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തു, ആത്മാർത്ഥതയും സത്യസന്ധതയും ഇഖ്ലാസും ഒക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി. സാലറി ഒക്കെ ഇടക്കിടക്ക് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കും. അങ്ങനെ 30 വർഷം തികയുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് ഈ മുതലാളി അദ്ദേഹത്തിനുള്ള വലിയ വിലപ്പെട്ട സമ്മാനം വാങ്ങിവെച്ചു. വീട്ടിൽ കൊണ്ടൊരു വലിയ പെട്ടിയിൽ ലോക്കിട്ട് വീട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി റെഡിയാക്കി വെച്ചു. ഈ 30 വർഷം തികയുന്ന അന്ന് ഈ അന്നത്തെ അദ്ദേഹത്തിന് പ്രായക്കായിട്ടുണ്ട്. ഈ ചെറുപ്പം യുവത്വമൊക്കെ മാറിയിട്ട് അദ്ദേഹം ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ 30 വർഷം തികയുന്ന അന്ന് രാവിലെ ജോലിക്ക് ഇദ്ദേഹം വരുമ്പോ ഈ മുതലാളി പറഞ്ഞു, ഇന്ന് താങ്കളുടെ ജോലി വീട്ടിലല്ല, എന്റെ പറമ്പിലല്ല, എന്റെ സ്ഥാപനങ്ങളിലല്ല, ഇന്നൊരൊറ്റ ജോലിയെ ചെയ്യേണ്ടു. എന്താ ചെയ്യേണ്ടത്? താങ്കൾ ചെയ്യേണ്ട ജോലി, ഞാൻ ഈ തരുന്ന ഈ വസ്തു 10 കിലോമീറ്റർ ദൂരെയുള്ള
എന്റെ ചെറിയ സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അനിയന്റെ വീട്ടിൽ ഏൽപ്പിക്കണം. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ എന്റെ അനിയൻ വഴി കൊടുക്കണമെന്ന് എനിക്കൊരു നിയ്യത്തുണ്ട്. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് ഒറ്റ ഡ്യൂട്ടിയാണ്. എന്റെ അനിയന്റെ വീട് അദ്ദേഹത്തിന് അറിയാം, പലപ്പോഴും അവിടെ പോവാറുണ്ട്, വരാറുണ്ട്, പരിചയമുള്ള വീടാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഈ വീട്ടില് എത്രയോ വാഹനങ്ങളുണ്ട്, ലോറിയും വലിയ വലിയ വണ്ടികളും എല്ലാം ഉണ്ട്. പക്ഷെ താങ്കൾ ഇത് കൊണ്ടുപോവേണ്ടത് തലയിൽ ചുമന്നു കൊണ്ടുപോകണം, തലയിൽ ചുമന്നു കൊണ്ടുപോകണം. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇത് പിടിച്ചു കൊടുക്കുകയാണ്. 10 കിലോമീറ്റർ ഇത് തലയിൽ ചുമന്ന് നടന്നു പോകണം. ഇത് 2 ആളുകൾ പൊക്കിയാലാണ് ഈ പെട്ടി പൊങ്ങുക. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളിൽ 2 ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് പിടിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം നടക്കാൻ തുടങ്ങി. അര കിലോമീറ്റർ എത്തിയപ്പോൾ അദ്ദേഹം ടയേർഡായി, അദ്ദേഹം ക്ഷീണിച്ചു. ആ സമയത്ത് അതുവഴി വന്ന 2 ആളുകളെ കൊണ്ട് ഈ പെട്ടി ഇറക്കി വെപ്പിച്ചു. എന്നിട്ട് ക്ഷീണമൊക്കെ മാറി എന്ന് ബോധ്യപ്പെട്ടപ്പോ വീണ്ടും അതുവഴി വന്ന 2 ആളെ കൊണ്ട് പെട്ടി പിടിപ്പിച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. ഒരു 2-3 കിലോമീറ്റർ പോയപ്പോ തന്നെ ഇദ്ദേഹം ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നു. മാത്രല്ല, ഈ മുതലാളിയോട് ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ മുതലാളിയോട് ദേഷ്യം വരാൻ തുടങ്ങി, ഈ മുതലാളിയെ ശപിക്കാൻ തുടങ്ങി, ഈ മുതലാളിയെ ശകാരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഈ മുതലാളിയെ ശപിക്കുകയാണ്. അദ്ദേഹം പറയാ, എന്തിനാണ് എന്റെ മുതലാളി എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ 30 വർഷം ജോലി ചെയ്തത്, എത്രമാത്രം സത്യസന്ധമായിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. എന്റെ മുതലാളിക്ക് വേണമെങ്കിൽ ഒരു കാറിൽ എന്നോട് തന്നെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ആ വീട്ടിൽ ആ വണ്ടിയൊക്കെ വെറുതെ കടന്നിട്ട് എന്റെ തലയിൽ ഇത് പിടിച്ചു തന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് എടുത്തു വെച്ചും ഇറക്കി വെച്ചും പിടിച്ചും ഒക്കെ ആയിട്ട് ഈ സഹോദരന്റെ വീട്ടിലെത്തി. അവിടെ എത്തി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, 1 മണിക്കൂർ വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ ഈ മുതലാളിയുടെ അനിയൻ ഒരു ചാവി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. ഈ പെട്ടി ലോക്ക് ചെയ്ത അതിന്റെ ചാവിയാണിത്. അതെന്റെ സഹോദരൻ ഇന്നലെ ഇവിടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ പെട്ടിയും ഇതിലുള്ള വസ്തുക്കളൊക്കെ താങ്കൾക്കുള്ളതാണ്. താങ്കളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും എല്ലാം ജോലിയിൽ കണ്ടപ്പോ എന്റെ ജ്യേഷ്ഠൻ എന്നോ തീരുമാനിച്ചതാണ് 30 വർഷം തികയുമ്പോൾ തരണം എന്ന്. അതാണിത്. അതുകൊണ്ട് ഇതും ചുമന്ന് താങ്കൾക്ക് താങ്കളുടെ വീട്ടിലേക്ക് പോവാം. അദ്ദേഹത്തിന്റെ തലയിലേക്ക് അത് പിടിച്ചുകൊടുത്തു. അദ്ദേഹം കുറച്ചു ദൂരം നടന്നു, 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിലേക്ക് കുറച്ചു ദൂരം നടന്ന് അദ്ദേഹത്തിന് ഒരു ആകാംക്ഷ, എന്തായിരിക്കും ഇതിന്റെ ഉള്ളിലുള്ളത്. അതുവഴി വന്ന 2 ആളെ കൊണ്ടത് പിടിച്ച് ഇറക്കി വെപ്പിച്ച് അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയപ്പോ ഈ ചാവി കൊണ്ട് ഇത് തുറന്നു നോക്കി. തുറക്കേണ്ട താമസം ഇദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞു. ഇദ്ദേഹം ആശ്ചര്യപ്പെട്ടു, അതിശയപ്പെട്ടു. ഈ പെട്ടി മുഴുവൻ സ്വർണത്തിന്റെ കട്ടികളായിരുന്നു, സ്വർണത്തിന്റെ കട്ടികളായിരുന്നു. കോടികളാണ് അതിന്റെ വില. വളരെ പെട്ടെന്ന് ആ പെട്ടി ലോക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാരമുണ്ട്. ഈ റമദാൻ മുന്നിലെത്തി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു വികാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു നടത്തമുണ്ട്. ഇത്രയും സമയം 2 ആളുകളെ കൊണ്ട് പിടിപ്പിച്ച പെട്ടി അദ്ദേഹം സ്വന്തം പൊക്കി തലയിലേക്ക് വെക്കുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് അത് ഭാരമായി തോന്നുന്നില്ല. ഇതുവരെ വേച്ച് നടന്ന അദ്ദേഹത്തിന്റെ നടത്തത്തിന്റെ സ്പീഡ് കൂടി. ഇത്രയും സമയം ഓരോ നടത്തത്തിലും ഓരോ പോയിന്റിലും ഏത് മുതലാളിക്ക് വേണ്ടിയാണോ അദ്ദേഹം ശാപപ്രാർത്ഥന നടത്തിയത്, ഏത് മുതലാളിയാണോ ശപിച്ചത്, അതേ മുതലാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അതേ മുതലാളിക്ക് വേണ്ടി കരയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മാറ്റം? ആ ആദ്യത്തെ യാത്രയിൽ നടത്തത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ ഈ ചുമക്കുന്നത് എനിക്കുള്ളതാണെന്ന്. എന്നാൽ 2ാമത്തെ ആ സ്റ്റേജിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഈ കൊണ്ടുപോകുന്ന വിലപ്പെട്ടത് എനിക്കുള്ളതാണ്. നമ്മൾ ഈ പരിശുദ്ധ റമദാൻ വരാനിരിക്കുമ്പോൾ 3 കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. 3 വിഭാഗം ആളുകൾ റമദാൻ വരുമ്പോൾ. 1ാമത്തെ വിഭാഗം, പടച്ചോനെ ഈ റമദാൻ എന്നിലേക്ക് എത്രയും പെട്ടെന്നെത്തി അതിന്റെ രാവും പകലും ഒക്കെ പരമാവധി നന്മകൾ കൊണ്ട് സുഹൃതമാക്കി അള്ളാഹുവേ നിന്റെ സ്വർഗം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന 1ാമത്തെ വിഭാഗം. 2ാമത്തെ വിഭാഗം അറിയോ? ഇപ്പൊ നോമ്പൊക്കെ ഇടങ്ങേറി ഈ ചൂട് കാലത്ത്, ഈ ഉഷ്ണകാലത്ത് ഇതൊക്കെ ഒന്ന് തീർന്നു കിട്ടിയെങ്കിലെന്ന് ആലോചിച്ച് പതുക്കെ ഇങ്ങനെ ചെയ്യുന്ന 2ാമത്തെ സ്റ്റേജിലുള്ള ആളുകൾ. 3ാമത്തെ വിഭാഗം ആരാന്നറിയോ? അവർക്ക് റമദാനും ഷാബാനും ഷവ്വാലും ഒക്കെ ഒരേപോലെ. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നമ്മൾ ഉണ്ടാവേണ്ടത് ഈ 1ാമത്തെ വിഭാഗത്തിലാണ്. ഈ 1ാമത്തെ വിഭാഗത്തിൽ നമ്മൾ ആവണമെങ്കിൽ അതിന് നമുക്ക് ഉണ്ടാവേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം പോലെ, പടച്ചോനെ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അത് എനിക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. ഞാനൊരു 12-13 മണിക്കൂർ വെള്ളം കുടിക്കാതെ ദാഹിച്ച് ചൂടുകാലത്ത്
ത്യാഗം സഹിക്കുന്നത് പടച്ചവനെ എനിക്ക് സ്വർഗം കിട്ടാനാണ്. ഞാൻ വിശപ്പെല്ലാം സഹിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനാണ്. അപ്പൊ എല്ലാം എനിക്കുള്ളതാണ് എന്നൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ, കുടുംബത്തോടൊപ്പം ഈ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. കുടുംബത്തോടൊപ്പം. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ചെറുപ്പക്കാരന്റെ, അദ്ദേഹമൊക്കെ 11 മാസം മുമ്പ് തന്നെ ഒരുങ്ങാണ് റമദാന് വേണ്ടി. അതിനുവേണ്ടി ചെറിയ ചെറിയ തുക മാറ്റിവെച്ച് റമദാൻ ആയപ്പത്തിന് അദ്ദേഹം കുടുംബമൊക്കെ അതിനുവേണ്ടി അങ്ങോട്ട് ഒരുങ്ങി. ഈ ഒരു മാനസികാവസ്ഥയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് വരാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ. അടുത്ത ദിവസത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാനിന്റെ പകലിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കൂടുതൽ അള്ളാഹുലേക്ക് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്ത്, ആരോഗ്യം പ്രധാനമാണ്, ആയുസ് പ്രധാനമാണ്. അതുകൊണ്ട് ആയുരാരോഗ്യം എനിക്ക് അള്ളാഹുവെ നൽകണമേ, ഈ റമദാനിലേക്ക് എന്നെ എത്തിപ്പിക്കണമേ. എത്തിക്കഴിഞ്ഞാൽ ഈ റമദാനിനെ പരമാവധി ധന്യമാക്കാൻ എന്നെ നീ തുണക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അവസരമായിട്ട് ഈ സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കണം. ഈ വരാനിരിക്കുന്ന റമദാൻ മാസത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മുത്തക്കികളിൽ, അത്തരം ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാമേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.